നമസ്കാരം. ഏവർക്കും രാവിലെ 8 മണിക്കുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടുകളിലേക്ക് സ്വാഗതം. ഇന്ന് 2 ജൂലൈ 2025. അങ്ങനെ ഇന്നലെ നമ്മുടെ മാർക്കറ്റിൽ ഒരു സൈഡ് വൈസ് ആയിട്ടുള്ള ട്രേഡിംഗ് സെക്ഷനും അതിനെ തുടർന്ന് കൺസോളിഡേറ്റഡ് ആയിട്ട് നമ്മുടെ മാർക്കറ്റ് ക്ലോസിംഗ് രേഖപ്പെടുത്തുന്നതുമാണ് കാണുവാനായിട്ട് സാധിച്ചിരുന്നത്. ഇന്നലെ അമേരിക്കൻ ഡോളറിനെതിരെ ഇന്ത്യൻ രൂപ നേട്ടം കൈവരിച്ചെങ്കിൽ കൂടിയും വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ നമ്മുടെ മാർക്കറ്റിലെ നെറ്റ് സെല്ലേഴ്സ് ആയിരുന്നു. 1970.14 കോടി രൂപയുടെ സെല്ലിംഗ് ആണ് നടത്തിയത്. തത്സമയം ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ 771.08 കോടി രൂപയ്ക്ക് ക്യാഷ് മാർക്കറ്റിൽ ബൈ നടത്തുകയുണ്ടായി. കഴിഞ്ഞ ആഴ്ചയിൽ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് ഒക്കെ മാറിയതിനെ തുടർന്ന് ഗ്ലോബൽ മാർക്കറ്റിലും അതിന്റെ ഫലമായിട്ട് തന്നെ നമ്മുടെ മാർക്കറ്റിലൊക്കെ റാലി കാണുവാനായിട്ട് സാധിക്കുകയുണ്ടായി. സോ മാർക്കറ്റിന് ഒരു സൈഡിലേക്ക് തന്നെ ഒരിക്കലും പോകാനായിട്ട് സാധിക്കുകയില്ലല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ മാർക്കറ്റ് ഒരു കൺസോളിഡേഷൻ ഫേസിലൂടെയാണ് കടന്നു പോകുന്നത്. ഇനി മാർക്കറ്റിനെ ട്രിഗർ ചെയ്യുവാനായിട്ട് പ്രധാനമായിട്ടും സഹായിക്കുന്ന ഒരു ഘടകം US ട്രേഡ് താരിഫുമായി ബന്ധപ്പെട്ട പുതിയ ഡെവലപ്മെന്റ്സ് തന്നെയാണ്. ഗ്ലോബൽ മാർക്കറ്റും നമ്മുടെ മാർക്കറ്റൊക്കെ അതിന്റെ ഔട്ട്കമ്മിന് വേണ്ടിയിട്ടുള്ള ഒരു വെയിറ്റിംഗിൽ തന്നെയാണ്. ഈ മാസം നമുക്ക് 5 ആഴ്ചയിലുള്ള ട്രേഡിംഗ് സെക്ഷൻസ് ഉണ്ട്. അതുകൂടാതെ രണ്ടാമത്തെ ആഴ്ച മുതൽ, അതായത് 2026 ഫിനാൻഷ്യൽ ഇയറിലെ Q1 റിസൾട്ടുകൾ വന്നു തുടങ്ങും. അപ്പോൾ ട്രേഡ് താരിഫുമായി ബന്ധപ്പെട്ട ഔട്ട്കം ജൂലൈ 9 വന്നതിന് ശേഷം Q1 റിസൾട്ടുകളായിരിക്കും നമ്മുടെ മാർക്കറ്റിനെ സ്വാധീനിക്കാൻ പോകുന്നത്. ഇന്ത്യ വിക്സ് ഇന്നലെയും ഇടിവ് രേഖപ്പെടുത്തുകയുണ്ടായി 2%. നിലവിൽ 12.52 എന്ന നിലയിലാണ്. ഇനി ഇന്നത്തെ ട്രേഡിംഗിലേക്ക് വന്നു കഴിയുമ്പോൾ അനലിസ്റ്റുകളുടെ അഭിപ്രായ പ്രകാരം ഇന്നും ഒരു കൺസോളിഡേറ്റഡ് ആയ ട്രേഡിംഗ് സെക്ഷനാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം 25,500 എന്ന ലെവലിന് മുകളിൽ ഇന്നലെ വ്യാപാരം അവസാനിപ്പിക്കാനായത് ഒരു പോസിറ്റീവ് കാര്യം തന്നെയാണ്. നിലവിലെ മാർക്കറ്റിലെ സെന്റിമെന്റ്സ് ന്യൂട്രലായിട്ട് തന്നെ നിലനിൽക്കുന്നു. നിഫ്റ്റി മുകളിലേക്ക് പ്രയാണം നടത്തുകയാണെങ്കിൽ 25,650, 25,700 എന്ന ലെവലുകളിൽ റെസിസ്റ്റൻസ് ഫേസ് ചെയ്തേക്കാം എന്നാണ് അനലിസ്റ്റുകളുടെ അഭിപ്രായം. 25,500 എന്ന ലെവൽ നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ക്രൂഷ്യലായ ഒരു സപ്പോർട്ട് ലെവൽ തന്നെയാണ്. ഇനി അവിടുന്ന് നിഫ്റ്റി ഫോൾ ആവുകയാണെങ്കിൽ 25,400, 25,300 എന്ന ലെവലുകളും നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം പ്രധാന സപ്പോർട്ടുകൾ തന്നെയാണ്. 25,200 എന്ന ലെവലാണ് അനലിസ്റ്റുകളുടെ അഭിപ്രായ പ്രകാരം നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ക്രൂഷ്യലായ ഒരു സപ്പോർട്ട് ലെവൽ. ഇന്നലെ നമ്മുടെ ADR സ്റ്റോക്സിൽ മിക്സഡ് ആയ ഒരു പെർഫോമൻസ് ആണ് കാണുവാനായിട്ട് സാധിച്ചത്. ഇൻഫോസിസ് 2% നേട്ടത്തോടു കൂടിയിട്ട് വ്യാപാരം അവസാനിപ്പിക്കുക ഉണ്ടായി. ആക്സിസ് ബാങ്ക് ആണ് കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ നഷ്ടം നേരിട്ടത്, 2.16%. NSEയുടെ ഭാഗത്തു നിന്ന് വന്ന അറിയിപ്പ് പ്രകാരം ഇലക്ട്രിസിറ്റി ഫ്യൂച്ചേഴ്സ് ജൂലൈ 14 മുതൽ ട്രേഡിംഗിലേക്ക് കടക്കും. അതുപോലെ തന്നെ ഹ്യുണ്ടായി മോട്ടോഴ്സ് ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഒരു അറിയിപ്പ് വന്നിട്ടുണ്ടായി. അവരുടെ ഇന്ത്യയിൽ നിന്നുമുള്ള വാഹനങ്ങളുടെ എക്സ്പോർട്ട് 27% വർധനവാണ് ഇയർ ഓൺ ഇയറിൽ വർദ്ധിച്ചിരിക്കുന്നതായിട്ടുള്ള വാർത്തകൾ. അതുപോലെ തന്നെ നമ്മുടെ മാർക്കറ്റിലെ ഹെവി വെയ്റ്റ് സ്റ്റോക്കായ HDFCയുടെ സബ്സിഡിയറി HDB ഫിനാൻഷ്യൽ സർവീസ് ലിസ്റ്റ് ചെയ്യപ്പെടും. ഈ ലിസ്റ്റിംഗ് HDFC ബാങ്കിൽ ഉണ്ടാക്കുന്ന ആക്ഷൻസും നമ്മുടെ മാർക്കറ്റിനെ സ്വാധീനിക്കാൻ വളരെയേറെ ചാൻസുകളുണ്ട്. കാരണം ഹെവി വെയ്റ്റ് സ്റ്റോക്ക് ആയതുകൊണ്ട് തന്നെ. അതുപോലെ തന്നെ RBIയുടെ ഭാഗത്തു നിന്നും ഒരു വാർണിംഗ് ലഭിക്കുകയുണ്ടായി. RBIയുടെ അഭിപ്രായ പ്രകാരം ഇന്ത്യൻ സ്റ്റോക്സ് ഒക്കെ ഓവർ വാല്യുവേഷൻ ആണ്, ലോ ഗ്രോത്ത് സാഹചര്യങ്ങൾ നിലനിൽക്കുന്നത് മൂലം. ഇനി ഗ്ലോബൽ മാർക്കറ്റിലേക്ക് വരുമ്പോൾ തുടർച്ചയായി 2 ദിവസത്തെ റെക്കോർഡ് ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തതിനു ശേഷം ഇന്നലെ S&P 500ഉം നാസ്ഡാക്കും നഷ്ടത്തോടു കൂടിയിട്ടാണ് വ്യാപാരം അവസാനിപ്പിക്കുക ഉണ്ടായത്. എങ്കിലും ഡോ ജോൺസ് ഫ്യൂച്ചർ നിലവിൽ പോസിറ്റീവായിട്ടാണ് വ്യാപാരം തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ US മാർക്കറ്റുകൾ നഷ്ടത്തിൽ വ്യാപാരം അവസാനിപ്പിക്കുവാൻ കാരണം ടെസ്ലയിൽ ഇടിവ് കണ്ടു. കാരണം ഇലോൺ മസ്കും പ്രസിഡന്റ് ട്രംപും തമ്മിലുള്ള പ്രശ്നങ്ങൾ രൂക്ഷമായിക്കൊണ്ടിരിക്കുന്നു. ഇന്നലെ പ്രസിഡന്റ് ട്രംപിന്റെ $3.3 ട്രില്യൺ ടാക്സ് ബില്ല് നാരോ റേഞ്ചിലുള്ള വോട്ടിന്റെ നേട്ടത്തോടു കൂടിയിട്ട് പാസ്സാക്കുകയുണ്ടായി. 50 വോട്ടുകൾക്കെതിരെ 51 വോട്ടിന്റെ നേട്ടത്തോടു കൂടിയിട്ടാണ് പാസ്സാക്കിയത്. അതുപോലെ യൂറോപ്യൻ മാർക്കറ്റ്സിലേക്ക് വന്നു കഴിയുമ്പോൾ യൂറോപ്യൻ മാർക്കറ്റിൽ ഇന്നലെ UK മാർക്കറ്റ് ഒഴികെ പുതിയ ട്രേഡ് താരിഫുമായി ബന്ധപ്പെട്ട അനിശ്ചിതങ്ങൾ തുടരുന്നത് കൊണ്ട് തന്നെ ജർമ്മൻ മാർക്കറ്റും ഫ്രാൻസ് മാർക്കറ്റും നഷ്ടത്തോടു കൂടിയിട്ടാണ് വ്യാപാരം അവസാനിപ്പിക്കുകയുണ്ടായത്. ഗിഫ്റ്റ് നിഫ്റ്റി നിലവിൽ സ്ലൈറ്റ്ലി പോസിറ്റീവായിട്ട് തന്നെ തുടരുന്നു. ഏഷ്യൻ മാർക്കറ്റ്സിലേക്ക് വന്നു കഴിയുമ്പോൾ
ജപ്പാന്റെ നിക്കി 225 ഇന്നും 300-ലേറെ പോയിന്റുകളുടെ നഷ്ടത്തോടു കൂടിയിട്ടാണ് വ്യാപാരം തുടങ്ങിയിരിക്കുന്നത്. കൊറിയയുടെ ഹോസ്പിയും നിലവില് 1.5% അടുത്ത് നഷ്ടത്തോടു കൂടിയിട്ടാണ് വ്യാപാരം തുടർന്നുകൊണ്ടിരിക്കുന്നത്. ബാക്കിയുള്ള മാർക്കറ്റുകൾ ഓപ്പൺ ആയിട്ടില്ല. കൊമോഡിറ്റിയിലേക്ക് വരുമ്പോൾ ബ്രെന്റ് ക്രൂഡ് ചെറിയ നേട്ടത്തോടു കൂടിയിട്ട് വ്യാപാരം തുടരുന്നു. ക്രൂഡ് ഓയിൽ ഇടിവാണ് നിലവിൽ കാണുവാനായിട്ട് സാധിക്കുന്നത്. ഗോൾഡ് നേട്ടത്തോടു കൂടി തന്നെ വ്യാപാരം തുടർന്നുകൊണ്ടിരിക്കുന്നു. ഇനി നമുക്ക് നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയൊക്കെ ടെക്നിക്കൽസിലേക്ക് പ്രവേശിക്കാം. നിഫ്റ്റിയുടെ PCR 0.64 ആയിട്ട് തന്നെ നിലനിൽക്കുന്നു. 25,500 എന്ന ലെവലിലാണ് മാക്സ് പെയിൻ നിൽക്കുന്നത്. ഇന്നലെ ഒരു കൺസോളിഡേറ്റഡ് ആയ റേഞ്ച് ബൗണ്ട് ട്രേഡിംഗ് സെക്ഷൻ ആയിരുന്നത് കൊണ്ട് തന്നെ നിഫ്റ്റിയുടെ ഡെയിലി ചാർട്ട്സിൽ ഡോജി കാൻഡിൽസ്റ്റിക് പാറ്റേൺ ആണ് ഡെയിലി ചാർട്ട്സിൽ കാണുവാനായിട്ട് സാധിക്കുന്നത്. അത് സൂചിപ്പിക്കുന്നത് ബയേഴ്സിന്റെയും സെല്ലേഴ്സിന്റെയും ഇടയിലുള്ള ഇൻഡിസിഷനെയാണ്. വീക്ക്ലി ഓപ്ഷൻസ് ഡാറ്റ പ്രകാരം 26,000 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാനായിട്ട് സാധിക്കുന്നത്. അതേ സ്ട്രൈക്കിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ കോൾ റൈറ്റിംഗും നടന്നിരിക്കുന്നത്. 25,500 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് പുട്ട് സൈഡിലേക്ക് കാണുന്നത്. അതേ സ്ട്രൈക്കിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ പുട്ട് റൈറ്റിംഗും കാണുവാനായിട്ട് സാധിക്കുന്നത്. ബാങ്ക് നിഫ്റ്റിയുടെ PCR 1.02 ആയിട്ട് തന്നെ നിലനിൽക്കുന്നു. മാക്സ് പെയിൻ 57,000 എന്ന നിലയിലും. ബാങ്ക് നിഫ്റ്റിയിൽ ഇന്നലെ നേരിയ നേട്ടം കൈവരിക്കുന്നതായിട്ട് കണ്ടു. തൽഫലമായി തന്നെ ഡെയിലി ചാർട്ട്സിൽ ഒരു സ്മോൾ ബുള്ളിഷ് കാൻഡിൽ സ്റ്റിക് പാറ്റേൺ ആണ് കാണുന്നത്. ബാങ്ക് നിഫ്റ്റിയുടെ ചാർട്ട്സ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ബൈയിങ് ഇൻട്രസ്റ്റ് അറ്റ് ലോവർ ലെവൽസ് ആണ്. മന്ത്ലി ഓപ്ഷൻസ് ഡാറ്റ പ്രകാരം 56,000 എന്ന സ്ട്രൈക്കിലാണ് കോൾ സൈഡിലേക്കും പുട്ട് സൈഡിലേക്കും ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാനായിട്ട് സാധിക്കുന്നത്. 59,000 എന്ന സ്ട്രൈക്കിൽ ഏറ്റവും കൂടുതൽ കോൾ റൈറ്റിംഗ് നടന്നിരിക്കുന്നു. 57,500 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ പുട്ട് റൈറ്റിംഗ് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകളിലേക്ക് കടക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചു കൊള്ളട്ടെ, ഇത് ഒരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. ഫെഡറൽ ബാങ്ക് ബോർഡ് അപ്രൂവൽ നൽകുകയുണ്ടായി 6,000 കോടി രൂപ ഫണ്ട് റേസ് ചെയ്യുവാൻ വേണ്ടിയിട്ട്. അബ്രാം ഫുഡ്സ് ഇന്നലെ സ്റ്റോക്ക് BSE SME ലിസ്റ്റ് ചെയ്യുകയുണ്ടായി. നഷ്ടത്തോടു കൂടിയിട്ടാണ് ലിസ്റ്റിംഗ് നടന്നത്. AJC ജ്വൽ ഇന്നലെ സ്റ്റോക്ക് BSE SME ലിസ്റ്റ് ചെയ്യുകയുണ്ടായി. 4% പ്രീമിയത്തിന്റെ നേട്ടത്തോടു കൂടി. ഗ്ലോബ് സിബിൽ പ്രോജക്ട്സ് ഇന്നലെ സ്റ്റോക്ക് NSE BSE ലിസ്റ്റ് ചെയ്യുകയുണ്ടായി. 28% പ്രീമിയത്തിന്റെ നേട്ടത്തോടു കൂടിയിട്ട്. സിഗാച്ചി ഇൻഡസ്ട്രീസ് നമ്മൾ കണ്ടിരുന്നു, മിനിഞ്ഞാന്ന് തെലങ്കാനയിലെ പ്ലാന്റില് സ്ഫോടനമുണ്ടായി. അതേ തുടർന്ന് 33ഓളം ആളുകൾ മരിക്കുകയും ഒട്ടനവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. തിങ്കളാഴ്ച സ്റ്റോക്കിൽ 11% ഇടിവും ഇന്നലെ 7% ഇടിവും അനുഭവപ്പെട്ടു. ഗബ്രിയേൽ ഇന്ത്യ കമ്പനിയുടെ റീസ്ട്രക്ചറിംഗ് പ്ലാൻ ബോർഡ് അപ്രൂവൽ നൽകിയത് കൊണ്ട് തന്നെ ഇന്നലെ ഒരു ദിവസം സ്റ്റോക്ക് 20% അപ്പർ സർക്യൂട്ട് നൽകി 52 വീക്ക് ഹൈ ടച്ച് ചെയ്യുകയുണ്ടായി. റെയ്മണ്ട് റിയാലിറ്റി ഇന്നലെ സ്റ്റോക്ക് NSE റെയ്മണ്ടുമായിട്ടുള്ള ഡീമർജറിന് ശേഷം ലിസ്റ്റ് ചെയ്യുകയുണ്ടായി. 4% ഇടിവാണ് കാണുവാനായിട്ട് സാധിച്ചത്. ഏവർക്കും നല്ല ഒരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.